ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചൈന CRT TV കിറ്റ് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്നാന്ന് വെച്ചാൽ പവർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റെഡ് LED ഇൻഡിക്കേറ്റർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകയാണ്, പടമൊന്നും വരത്തില്ല, പിക്ചർ ഓണല്ല, സ്ക്രീനിൽ യാതൊരു പിക്ചറും വരത്തില്ല. അപ്പോൾ ഇത് എന്താണെന്ന് നോക്കാം. വരുന്ന ഇതാണ് ESTയിലോട്ടുള്ള സപ്ലൈ വോൾട്ടേജ്. ഇവിടെ ഇങ്ങനെ വന്ന് ജമ്പർ വഴി ESTയിലോട്ട് പോവുകയാണ്. അപ്പം ഈ ജമ്പർ നമുക്കൊന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. അപ്പം ESTയുടെ പ്രശ്നമാണോ അതോ പവർ സപ്ലൈയുടെ പ്രശ്നമാണോ എന്ന് മനസ്സിലാവും. അപ്പം പവർ ഓൺ ചെയ്ത് ഞാനിപ്പോൾ ജമ്പർ ഡിസ്കണക്ട് ചെയ്തേക്കുവാണ്. എന്നിട്ടും LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അതിനകത്ത് എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന്. അപ്പം 110 വോൾട്ടിൻ്റെ ആണ് കാണിക്കുന്നത്, അവിടെ ഫ്ലക്ച്വേഷനാണ് കാണിക്കുന്നത്. ഫുൾ വോൾട്ടേജ് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 25 വോൾട്ട് വെർട്ടിക്കൽ ICയുടെ സപ്ലൈ ആണ്, അതുമെല്ലാം ഫ്ലക്ച്വേഷനാണ്. കൺട്രോൾ വോൾട്ട് ഫ്ലക്ച്വേഷന്, എല്ലാ വോൾട്ടേജും ഫ്ലക്ച്വേഷനാണ് കാണിക്കുന്നത്. ഇത് വരുന്നത് മെയിനായിട്ടും STRൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്, STR പവർ സപ്ലൈയുടെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പം ഇതിനകത്ത് വരുന്ന 5 പിന്നിൻ്റെ STR പവർ സപ്ലൈ ആണ്. ഇതാണ് STR. അപ്പം ഇത് ഞാനിപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു മോഡ്യൂള് 3 വയറിൻ്റെ ഒരു മോഡ്യൂള് ഇതിൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ STR ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അവൈലബിൾ ആണെങ്കിൽ തന്നെ അത് പുതിയത് ഇട്ട് കഴിഞ്ഞാൽ നിൽക്കത്തുമില്ല. അപ്പോൾ അതിലേ നല്ലത് നമ്മൾ മോഡ്യൂൾ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 3 വയറിൻ്റെ മോഡ്യൂള് ഞാനിപ്പം ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് കാണാൻ പറ്റും. ഇതിനകത്തൊരു പ്രീസെറ്റ് ഉണ്ട്, അതിൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മേളിൽ കാണുന്ന മഞ്ഞ പ്രീസെറ്റാണ്, അതിനകത്ത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇതിൻ്റെ വയറെന്ന് പറയുന്നത് 3 വയർ വരുന്നുണ്ട്, ബ്ലാക്ക്, റെഡ്, ഗ്രീൻ വയർ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. റെഡും ബ്ലാക്കും മാത്രം നമ്മൾ ഈ ബോർഡിലോട്ട് കണക്ഷൻ കൊടുത്താൽ മതി, പവർ സപ്ലൈ സ്വിച്ചിങ് ആയിക്കോളും. അതിന് റെഡ് വയർ ഇവിടെ കൊടുക്കണം. റെഡ് ഡ്രെയിൻ വോൾട്ടേജ് വരുന്ന ഈ കാലിൽ റെഡ് വയറും, ബ്ലാക്ക് വയർ ഇവിടെ ന്യൂട്രൽ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഫിൽട്ടർ കപ്പാസിറ്ററിൻ്റെ ന്യൂട്രല് നെഗറ്റീവ് വരുന്ന ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ, അല്ലെങ്കിൽ ലൈൻ പോകുന്ന എവിടെയെങ്കിലും ന്യൂട്രൽ വരുന്നിടത്ത് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്തോളും. അപ്പം ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനപ്പോൾ ഇവിടെ കൊടുത്തത് വർക്ക് ചെയ്യും. അപ്പം ബാക്കി എന്താണെന്ന് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പവർ ഓൺ ചെയ്യുവാണ്. പവർ ഓൺ ചെയ്തപ്പം റെഡ് ഇൻഡിക്കേറ്റർ ഓൺ ആയിട്ടുണ്ട്. വേറെ റെഡ് കത്തി തന്നെ നിൽക്കുകയാണ്, വേറെ ഫ്ലക്ച്വേഷനൊന്നും ഇൻഡിക്കേറ്ററിൽ കാണിക്കുന്നില്ല. വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് 110 വോൾട്ടേജിൻ്റെ അവിടെ 69 ഉള്ളത്, നമ്മൾ മോഡ്യൂളിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് കൂട്ടിക്കഴിഞ്ഞാൽ 110 വരെ എത്തും, കുഴപ്പമില്ല. ഞാനിപ്പം വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. ഇപ്പോൾ 103 വോൾട്ടേജ് ഞാൻ വെച്ചിട്ടുള്ളൂ. അടുത്തത് 25 വോൾട്ടേജ് നോക്കാം. 25 വെർട്ടിക്കൽ ICയുടെ 25 വോൾട്ടേജ് ഓക്കെ. കൺട്രോൾ വോൾട്ട് 10 വോൾട്ട് ഓക്കെ. അടുത്ത ആംപ്ലിഫയർ ICയുടെ വോൾട്ടേജ് 14 വോൾട്ട് ഓക്കെ. അപ്പം പിന്നെ നമ്മുടെ പാനലിൻ്റെ 5 വോൾട്ട് 4.9 ഒക്കെയാണ്. മെമ്മറി ICയുടെ 5 വോൾട്ട്, അതും 4.9 5 വോൾട്ട് ഉണ്ട് കറക്റ്റായിട്ട്. പിന്നെ നമ്മുടെ ട്യൂണർ വോൾട്ട് 5 വോൾട്ട് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വോൾട്ടേജും കറക്റ്റാണ്. ഇപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഫുള്ള്. അടുത്തത് ESTയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ബൂസ്റ്റ് വോൾട്ടേജ് 180 വോൾട്ടേജ് 173.5 ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്, അതും ഓക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പിക്ചർ നോക്കാം, പിക്ചർ വന്നിട്ടുണ്ടോ ഇല്ലയോന്ന്. പിക്ചർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് നമ്മൾ പിക്ചർ കേബിളോ DVD ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അതിൻ്റെ സ്ക്രീൻ സേവർ കിടക്കുന്നത്. ഇപ്പം ഞാൻ TV ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്ത് കാണിക്കാം.
ടി വി ഓൺ ആയിട്ടുണ്ട് ഉണ്ടോ, കറക്റ്റായിട്ട് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. സെറ്റ് കംപ്ലീറ്റ് ഓക്കെയാണ്.